മകരവിളക്കിന് ഒരുങ്ങി നിൽക്കുകയാണ് ശബരിമല സന്നിധാനം. 2 ലക്ഷത്തോളം അയ്യപ്പന്മാരാണ് ശബരിമലയിൽ ഇപ്പോൾ മകരവിളക്ക് ദർശനത്തിനായി തമ്പടിച്ചിരിക്കുന്നത്. 5000-തോളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സുജു ടി ബാബു സന്നിധാനത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. സുജു, മകരവിളക്ക് ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ് ശബരിമലയും അയ്യപ്പ ഭക്തരും. ഒപ്പം തന്നെ തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തേക്ക് എത്തും. അങ്ങനെ ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും മനോഹരമായ ഒരു ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു സമയത്തുകൂടിയാണ് കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ ശബരിമല മകരവിളക്കിനായി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇപ്പോഴും തീർത്ഥാടകർ ദർശനത്തിനായി ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. 12 മണി വരെയാണ്. 12 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിട്ടിട്ടില്ല. അത് ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ 12 മണിക്ക് ശേഷം കടത്തിവിട്ട തീർത്ഥാടകരാണ് അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടി എത്തിയിരിക്കുന്നത്. വൈകിട്ട് 5:30 കൂടിയാണ് ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും. അവിടെ വെച്ച് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിനടുത്തായിരിക്കും സ്വീകരണം നൽകുക. അതിനുശേഷം 18-ാം പടിക്ക് മുകളിൽ വെച്ച് 6:30 കൂടി ശേഷം 6 മണിക്ക് ശേഷമാണ് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും മറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയ ദേവസ്വം അധികൃതരെല്ലാം കൂടി ചേർന്ന് സ്വീകരണം നൽകും. അതിനുശേഷം ക്ഷേത്ര തന്ത്രിയും അതുപോലെ മേൽശാന്തിയും ചേർന്നാണ് തിരുവാഭരണം ശ്രീകോവിലേക്ക് അണിയിക്കുന്നത്. അതിനുശേഷമാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. ഈ സമയത്താണ് തീർത്ഥാടകർക്ക് മകരജ്യോതിയും മകരവിളക്കുമൊക്കെ ദർശിക്കാനുള്ള അവസരം ലഭിക്കുക. എന്തായാലും തീർത്ഥാടക ലക്ഷങ്ങൾ കാത്തിരുന്ന മകരവിളക്കാണ്. ആ മകരവിളക്കിൻ്റെ ആ നിമിഷങ്ങളിലേക്ക് ശബരിമല സന്നിധാനം ഇപ്പോൾ എത്തുകയാണെന്നാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. മനു.